വാർനാട് ദേവീക്ഷേത്രത്തിൽ അഖണ്ഡ ലളിത സഹസ്രനാമ ജപയജ്ഞം ജനുവരി 29 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുതൽ ഫെബ്രുവരി 7 വരെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ മുന്നോടിയായി 29 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അഖണ്ഡ ലളിത സഹസ്രനാമ യജ്ഞം കൂടിയിട്ടാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ജനുവരി 29 ലളിത സഹസ്രനാമ യജ്ഞം സംഘടിപ്പിച്ചു. ഏതാണ്ട് 1 കോടി മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടുകൂടി നവാഹത്തിന്റെ തുടക്കം ആരംഭിക്കുന്നു. നവാഹം 7 അവസാനിക്കും. പക്ഷെ ഒരു പ്രത്യേകതയുള്ളത് ഫെബ്രുവരി 5 വാർനാട് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നടക്കും. ചേർത്തല വാർനാട് ദേവീക്ഷേത്രത്തിൽ 29 അഖണ്ഡ ലളിത സഹസ്രനാമ ജപയജ്ഞം നടത്തും. ബുധനാഴ്ച രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ നടത്തുന്ന നാമജപയജ്ഞത്തിൽ 1300 പേർ പങ്കെടുക്കും. ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞം ജനുവരി 30 തുടങ്ങും. വ്യാഴാഴ്ച രാവിലെ 7 ക്ഷേത്രം തന്ത്രി കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭദ്രദീപം തെളിയിക്കും. കരുനാഗപ്പള്ളി ചെറുവള്ളിയിലും ജയശങ്കരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. മകരഭരണി ദിനമായ ഫെബ്രുവരി 5 ക്ഷേത്ര പൊങ്കാല നടക്കും. ദേവസ്വം പ്രസിഡന്റ് KN സുരേന്ദ്രനാഥ വർമ്മ, സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് AN വേണുഗോപാൽ, P അനിയപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ഉയർത്തുകയും അതേസമയം ഒരു ദിവ്യ അനുഭൂതി ഭക്തജനങ്ങളിൽ സ്വന്തം മനസ്സിൽ ഓരോരുത്തരുടെയും സ്വന്തം മനസ്സിൽ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നവാഹ യജ്ഞത്തിൻ്റെയും സഹസ്രനാമ യജ്ഞത്തിൻ്റെയും പ്രധാന ലക്ഷ്യങ്ങൾ. മനുഷ്യൻ്റെ മനസ്സിൽ ഉള്ള പുറത്തു വരുന്നതൊക്കെ ദേവീനാമത്തിലും അതുപോലെ നാമജപത്തിലും കൂടിയാണെന്ന് പറയും. മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് സത്യത്തിൽ നാമജപത്തിൽ കൂടി നമ്മൾ നേടുന്നത്. അങ്ങനെ ശുദ്ധീകരിച്ച മനസ്സ് മാത്രമേ ഒരാൾ ദേവൽ പ്രീതി എന്ന് പറയുന്നതിനോടനുബന്ധിച്ച് ദൈവഭയം, ഗോഡ് ഫിയറൻസ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ് മനുഷ്യൻ. അതുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും അവരുടെ മനസ്സുകളിൽ നീതിയുടെയും ധർമ്മത്തിൻ്റെയും എല്ലാം വലിയ കൂമ്പാരങ്ങൾ മനസ്സിനകത്ത് നിറയ്ക്കാൻ സാധിച്ചു. അതിൻ്റെ വെള്ളി പ്രകാശത്തിലാണ് നമ്മളുടെ പ്രവൃത്തിയെ നയിക്കുന്നത്. ആ പ്രവൃത്തി എന്ന് പറയുന്നതിനകത്ത് എപ്പോഴും ധർമ്മത്തിൽ ഊന്നിയതാണ്. അങ്ങനെ ഒരു ധർമ്മചിന്ത മനസ്സിൽ ഉടലെടുക്കുന്നതിനൊക്കെ ഇതുപോലുള്ള യജ്ഞങ്ങളെല്ലാം പ്രയോജനപ്പെടും എന്നുള്ളത് തർക്കമില്ല.